ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉയർപ്പിൻ്റെ പിറ്റേ ദിവസമാണ്, തിങ്കളാഴ്ച ദിവസമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതാണ്. പാപത്തിന് മരിച്ച് ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഈശോയുടെ തന്നെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. ഈശോയുടെ മുഖവും ഈശോയുടെ സ്വരവുമാകാനാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മളെയും ഉയർപ്പിൻ്റെ ചൈതന്യം നൽകി ഈ ഭൂമിയിൽ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ആത്മധൈര്യത്തോടെ, ആത്മീയ ചൈതന്യത്തോടെ നമുക്കും ഈശോയെ പോലെ പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ശ്രവിക്കുന്ന ഈ വചനം, ഈ വാക്കുകൾ എൻ്റേതല്ല, എൻ്റെ ദൈവത്തിൻ്റേതാണ്. നിങ്ങൾ കാണുന്ന ഈ ജീവിതം എൻ്റേതല്ല, ഈ ലോകത്തിൻ്റേതല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രതിഫലനമാണ്. ഈശോയുടെ മുഖവും ഈശോയുടെ സ്വരവും കേൾപ്പിക്കുന്ന ജീവിതങ്ങളായി നമുക്ക് മാറാം. ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലൂടെ ഈ ഭൂമിയിൽ നടക്കട്ടെ. നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താനുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്നത്. ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ, ദൈവത്തിൻ്റെ മുഖവും സ്വരവുമായി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.